കേരളത്തിലെ കോൺഗ്രസിൻ്റെ ഭരണരംഗത്തുള്ള ഏറ്റവും പ്രമുഖനായ നേതാവാണല്ലോ പ്രതിപക്ഷ നേതാവ്. പ്രതിപക്ഷ നേതാവും അതുപോലെ തന്നെ ആ മുന്നണിയിലെ ഏറ്റവും പ്രമുഖനായ പ്രതിപക്ഷ ഉപനേതാവും മുഖ്യമന്ത്രിയെ കാണാനായിട്ട് അടുത്ത ദിവസം അദ്ദേഹം അവർ സംസാരിക്കുന്നില്ലേ ഉള്ളൂ. എന്തായാലും അവരങ്ങനെ സംസാരിക്കുകയും ഈ കാര്യങ്ങൾ കേരളത്തിൻ്റെ പൊതുവായ താല്പര്യത്തിന് ഒരുമിച്ച് നിൽക്കുക എന്നുള്ളത് ഇല്ല എന്നാരെങ്കിലും പറയുമോ? എനിക്ക് തോന്നുന്നില്ല. ഞങ്ങൾ ഒരുമിച്ച് നിൽക്കില്ല, ഞങ്ങൾക്ക് കേരളത്തിൻ്റെ താല്പര്യമൊന്നും ഇല്ല എന്ന് പറയില്ല. കേരളത്തിൻ്റെ താല്പര്യത്തിന് ഒരുമിച്ച് നിൽക്കാൻ വേണ്ടിയിട്ടായിരിക്കും എല്ലാവരുടെയും മനസ്സിലുള്ളതെന്നാണ് എൻ്റെ ധാരണ. അതാണല്ലോ എല്ലാവരും ചെയ്യേണ്ടത്. കേരളത്തിന് വേണ്ടിയിട്ടാണല്ലോ, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മളെല്ലാം ചെയ്യുന്നത്. അപ്പോൾ രാജ്യത്തിൻ്റെ ആകെ ഭരണ സംവിധാനം സംസ്ഥാനത്തോട് ഒരു വേർകൃത്യത്തോടു കൂടി പെരുമാറുന്നു എന്നുള്ളതാണല്ലോ ഫെഡറലിസത്തിൻ്റെ ഇഷ്യൂ. ആ ഇഷ്യൂവിനകത്ത് എം പിമാരും വളരെ സജീവമായിട്ട് ഇക്കാര്യം എടുക്കേണ്ടതാണ്. കോൺഗ്രസും ഇടതുപക്ഷവും BJP ഒന്നും വ്യത്യാസമില്ല. BJP കേന്ദ്ര ഭരണകക്ഷി ആയതുകൊണ്ട് അവർ ഇത്തരം കാര്യങ്ങളിൽ സത്യസന്ധമായി കാര്യങ്ങളിൽ ഇടപെട്ട് പറയാൻ സാധ്യതയില്ല എന്നുള്ളതുകൊണ്ടാണ് BJPയുടെ അഭിപ്രായം നമ്മൾ ചോദിക്കാത്തത്. കാരണം കേന്ദ്ര BJP ഗവൺമെൻറ് എടുക്കുന്ന നിലപാടിനേക്കാളും വ്യത്യസ്തമായിട്ട് സത്യം അതല്ലെന്നറിഞ്ഞാൽ പോലും സംസ്ഥാനത്തെ നേതാക്കന്മാരുടെ അഭിപ്രായം പറയും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ കോൺഗ്രസ് അങ്ങനെ ആവേണ്ട കാര്യമില്ല.